ഇന്ധനവിലയിലെ കുത്തനെയുള്ള വർധനവിനെ തുടർന്ന് രാജ്യാന്തര വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. വരും മാസങ്ങളിൽ പ്രതിദിനം ശരാശരി 100 സർവീസുകൾ വീതം കുറയ്ക്കാനാണ് കമ്പനിയുടെ തീരുമാനം. പ്രാഥമികമായി 3 മാസത്തേക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ചിക്കാഗോ, സിംഗപ്പൂർ, ഷാങ്ഹായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു. സാൻ ഫ്രാൻസിസ്കോ, പാരീസ്, ടൊറാന്റോ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം കുറച്ചു. പല വിദേശ റൂട്ടുകളും നിലവിൽ വലിയ നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നത്. സംഘർഷങ്ങളെ തുടർന്ന് ചില ആകാശപാതകൾ അടച്ചത് ദീർഘദൂര വിമാനങ്ങൾക്ക് വെല്ലുവിളിയായി. റൂട്ടുകൾ മാറ്റുന്നത് മൂലം കൂടുതൽ ദൂരം ചുറ്റിക്കറങ്ങി പറക്കേണ്ടി വരുന്നത് ഇന്ധനച്ചെലവ് വീണ്ടും വർദ്ധിപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രതിസന്ധി സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഉടൻ തന്നെ സർവീസുകൾ പുനഃസ്ഥാപിക്കുമെന്ന് എയർ ഇന്ത്യ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ കാമ്പൽ വിൽസൺ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ ഉടൻ അവസാനിക്കുമെന്നും ആകാശപാതകൾ തുറക്കുമെന്നുമാണ് പ്രതീക്ഷ. യാത്രാ തടസ്സങ്ങൾ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, ഇന്ധനവിലയിലെ വർധനവും വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും ചില റൂട്ടുകളെ ലാഭകരമല്ലാതാക്കിയതിനാൽ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നത് തുടരുമെന്നും കഴിഞ്ഞയാഴ്ച സ്ഥാനമൊഴിയുന്ന എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കാമ്പൽ വിൽസൺ ജീവനക്കാരോട് പറഞ്ഞിരുന്നു. അതേസമയം ഇന്ധനക്ഷാമം കാരണം ജൂലൈ വരെ എല്ലാ അന്താരാഷ്ട്ര വിമാന സർവീസുകളും നിർത്തിവെച്ചതായി ആരോപിക്കുന്ന റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ ശക്തമായി നിഷേധിച്ചു. അഭ്യൂഹങ്ങൾ ക്ഷുദ്രകരവും പൂർണ്ണമായും തെറ്റുമാണെന്ന് പറഞ്ഞു. എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തങ്ങളുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരുകയാണെന്നും വിദേശ സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും എയർലൈൻ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച എയർ ഇന്ത്യയുടെ സിഇഒ കാമ്പൽ വിൽസൺ എയർലൈനിന്റെ ടൗൺ ഹാൾ മീറ്റിംഗിൽ പ്രധാന എക്സിക്യൂട്ടീവുകളായ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ രവീന്ദ്ര കുമാർ GP, CFO സഞ്ജയ് ശർമ്മ എന്നിവരോടൊപ്പം വ്യോമയാന വ്യവസായം നേരിടുന്ന പ്രധാന ബാഹ്യ വെല്ലുവിളികളെയും എയർ ഇന്ത്യയിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ച് വിശദീകരിച്ചു. പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടൽ ഭാവിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പശ്ചിമേഷ്യയിലുടനീളം തടസ്സങ്ങൾക്കും വ്യോമാതിർത്തി അടച്ചിടലുകൾക്കും കാരണമാകുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, രൂപയുടെ മൂല്യത്തിൽ കുത്തനെയുള്ള ഇടിവ്, ജെറ്റ് ഇന്ധനവിലയിൽ 2.5 മുതൽ 3 ഇരട്ടി വരെ വർധനവ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മൊത്തത്തിൽ ഈ ഘടകങ്ങൾ യാത്രാ വികാരത്തെയും ഉപഭോക്തൃ ആത്മവിശ്വാസത്തെയും പ്രതികൂലമായി ബാധിച്ചു. പ്രവർത്തന ചെലവുകളുടെ ഒരു പ്രധാന ഭാഗം ഉൾക്കൊള്ളുന്ന ജെറ്റ് ഇന്ധനം വളരെ അസ്ഥിരമായി തുടരുന്നു. ഇത് അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളിൽ ചിലവ് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അച്ചടക്കത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ വിൽസൺ ചിലവുകളിൽ നിരന്തരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഈ ദുഷ്കരമായ സമയങ്ങളിൽ നമ്മുടെ ചിലവുകളിൽ നാം നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവേചനാധികാര ചിലവുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനും സാധ്യമാകുന്നിടത്തെല്ലാം നിരക്കുകൾ വീണ്ടും ചർച്ച ചെയ്യാനും നിർണായകമല്ലാത്ത ചിലവുകൾ മാറ്റിവെക്കാനും അദ്ദേഹം ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. പാഴാക്കലും ചോർച്ചയും ഇല്ലാതാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നെറ്റ് പ്രൊമോട്ടർ സ്കോറിൽ പ്രതിഫലിപ്പിക്കുന്നത് പോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നത് തുടരേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്ക് എയർ ഇന്ത്യ വേരിയബിൾ പേ തുടരുമെന്നും ആസൂത്രിതമായ പ്രൊമോഷനുകൾ തുടരുമെന്നും CHRO രവീന്ദ്രകുമാർ GP പറഞ്ഞതായും വൃത്തങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.